ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു ഘടകം SNDP ഫാക്ടറായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഘടകത്തിലേക്ക് പോകണം. BJP SNDP സഖ്യത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. പത്മകുമാറിനല്ല, ഞങ്ങൾക്കെല്ലാം, പത്മകുമാർ ഒഴിച്ച് ഞങ്ങൾക്കെല്ലാം, ഈവൻ മുരളീധരന് ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. ആകെ അവ്യക്തത ഉണ്ടാകായിരുന്നത് ശോഭാ സുരേന്ദ്രന് മാത്രമാണ്. ബാക്കി എല്ലാവർക്കും TNC ശരിയല്ലേ? വെള്ളാപ്പള്ളി ഓരോ ദിവസം ഓരോ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. BJP ആയിട്ട് യാതൊരു സഖ്യം, എന്ത് BJP ഏത് തിരഞ്ഞെടുപ്പ് എന്നാണെന്ന് വെള്ളാപ്പള്ളി ഇന്നും ചോദിച്ചു. അത് ഒരു പക്ഷേ ഈ ഒരു ഫാക്ടറിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഞങ്ങളൊന്ന് ക്വിക്കായിട്ട് ഒരു പക്ഷേ ആരും ചെയ്യാത്തൊരു പഠനം ഞങ്ങൾ നടത്തി. അതായത് SNDPക്ക് സ്വാധീനമുള്ള ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന കോട്ടയം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ എങ്ങനെയാണ് ഈ സഖ്യം വർക്ക് ചെയ്തത്. നമ്മുടെ പ്രതിനിധി സാലി നമ്മളോടൊപ്പം ഉണ്ട്. സാലി, വളരെ ക്വിക്കായിട്ട് വളരെ പ്രസക്തമായ കാര്യം, ഒരുപക്ഷെ മറ്റൊരു ചാനലും മറ്റൊരാളും ചർച്ച ചെയ്യാത്ത എന്തെങ്കിലും ഘടകം ഉണ്ടെങ്കിൽ മാത്രമേ പറയേണ്ടൂ, അല്ലെ പറയരുത്. JB, ആലപ്പുഴയിൽ 130 വാർഡിൽ ഈ സംയുക്ത മുന്നണി മത്സരിച്ചതിൽ ഫലം ഇപ്പോൾ അറിഞ്ഞ 5 ഇടത്തേ ജയിച്ചിട്ടുള്ളൂ. ആ മത്സരിച്ച 3 ഇടത്തെയും കൂടെ ഫലം ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഉണ്ടെങ്കിലും അത് കിട്ടിയാലും 5 ഉള്ളൂ. ഒന്നുകൂടെ ആവർത്തിക്ക്. അതായത് 130 വാർഡുകളിൽ BJP SNDP അലയൻസ് ആലപ്പുഴ ജില്ലയിൽ മത്സരിച്ചു, പ്രഖ്യാപിത അലയൻസ് ആയിട്ട്. അതിൽ 5 ഇടത്തെ ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ജയിച്ചിട്ടുള്ളൂ. അവർ മത്സരിച്ച 3 ഇടത്തെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാണ്ട് ഇലക്ഷൻ കമ്മീഷൻ. അത് കിട്ടിയാലും 8 ഉള്ളൂ. മറ്റൊന്ന് കോട്ടയത്തേക്ക് പോയാൽ കോട്ടയത്ത് 97 താമര ചിഹ്നത്തിലും 7 സമത്വ മുന്നണി എന്ന പേരിലാണ് മത്സരിച്ചത്. ഒന്ന് ഹോൾഡ് ചെയ്യേ. 97 താമര BJP സ്ഥാനാർത്ഥി. പിന്നെ എനിക്ക് പത്മകുമാരെ മനസ്സിലാകാത്ത കാര്യം എന്ന് അറിയോ, ഓരോ സ്ഥലത്തും നിങ്ങൾ അവരെ പല രൂപത്തിലാക്കി. ചില സ്ഥലത്ത് താമര കൊണ്ട് അവരുടെ തലയിലടിച്ചു, ചില സ്ഥലത്ത് ഉരുളി കൊണ്ട് തലയിൽ വെച്ചു, ചില സ്ഥലത്ത് മറ്റേ എന്തൊക്കെയോ രൂപത്തിൽ വെള്ളാപ്പള്ളി ആക്കി ഭ്രാന്ത് പിടിപ്പിച്ചു. ഇതാണ് പറയുന്നത് വരുന്നത്. ഓക്കെ, റൈറ്റ്, വരട്ടെ. കോട്ടയത്ത് 97 BJP താമര ചിഹ്നത്തിൽ മത്സരിച്ചു. 7 ഇടത്ത് സമത്വ മുന്നണി എന്ന പേരിലാണ് മത്സരിച്ചത്. ആ സമത്വ മുന്നണി ഒരു സീറ്റിലാണ് ജയിച്ചത്. BJP കുറെ ഇടത്ത് ജയിച്ചിട്ടുണ്ട്. BJP ജയിച്ചു. കൊല്ലത്തേക്ക് വന്ന കോർപ്പറേഷനിൽ ഒരു ഡിവിഷനിൽ മത്സരിച്ചു, അവിടെ തോറ്റു. CPM ജയിച്ചു. പുനലൂർ നഗരസഭ 2 ഡിവിഷനിൽ മത്സരിച്ചു, 2 ഇടത്തും തോറ്റു, 2 ഇടത്തും CPM ജയിച്ചു. പത്തനാപുരത്തും ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഡിവിഷനിലാണ് ഇങ്ങനെ മത്സരിച്ചത്, അവിടെയും തോറ്റു, അവിടെ CPM ജയിച്ചു. ഗ്രാമപഞ്ചായത്ത് 18 ഇടങ്ങളിലെ 26 വാർഡിൽ മത്സരിച്ചു, അവിടെ ചിലയിടങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഈ സഖ്യത്തിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പെട്ടെന്ന് പറയാൻ കഴിയുക. വിശദമായ കണക്ക് നമ്മുടെ കൈവശമുണ്ട്. ഓക്കെ, വളരെ വ്യക്തം. ബിനോയ്, നിങ്ങൾക്കൊരു ആശ്വാസമായോ? ഇത് വന്ന് ഒരു ചുഴലി പോലെ നിങ്ങളെ പിടിച്ച് കുലുക്കുമെന്നായിരുന്നു ആദ്യകാലത്തെ അജിത്തിൻ്റെയൊക്കെയുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിങ്. SNDP BJP വലിയൊരു കരിമ്പൂതം വന്ന് നിങ്ങളെ വിഴുങ്ങാൻ പോകുന്നു. ഒരാശ്വാസം ഉണ്ടോ ബിനോയ്? അല്ല, ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നു SNDP നേതാക്കന്മാരുടെ 2-3 അഭിപ്രായമല്ല ഈഴവ സമുദായത്തിൻ്റെ അഭിപ്രായം. നിങ്ങൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നു. ഈഴവ സമുദായത്തിന് ഒരു പശ്ചാത്തലമുണ്ട്, ഒരു സാംസ്കാരിക പ്രതലമുണ്ട്, ഒരു സാമൂഹിക ബോധമുണ്ട്, ഒരു നിലപാടുണ്ട്. ആ വിഭാഗത്തിൻ്റെ നാച്ചുറൽ അല എന്ന് പറഞ്ഞാൽ അത് വേറെ ആരുമല്ല, ഇടതുപക്ഷമാണ്. അത് മറന്നുപോയി. BJP മറന്നുപോയി, വെള്ളാപ്പള്ളിയും മറന്നുപോയി, എന്നിട്ട് മകനും മറന്നുപോയി. ബിജു രമേശ്, നിങ്ങൾ എനിക്ക് തോന്നുന്നു ബിജു രമേശാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാരണവശാലും വെള്ളാപ്പള്ളിക്ക് SNDPയെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി കൺവേർട്ട് ചെയ്ത് BJPയിൽ വിളക്കി ചേർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞൊരാൾ, ആദ്യം പറഞ്ഞ ആൾ. അത് നിങ്ങൾക്കൊരു പുള്ളിയുടെ ശത്രുത ഉള്ളതുകൊണ്ട് പറഞ്ഞാണോ അതോ ഒരു താത്വികമായി പറഞ്ഞാണോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നാമത് ഈഴവ സമുദായം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.25 കോടി ജനങ്ങളുണ്ട്. പക്ഷേ SNDP തുടങ്ങിയിട്ട് 113 വർഷം ആകാൻ പോകുന്നു. ഇതുവരെ മൊത്തം ഉള്ളത് 27 ലക്ഷം പേർക്ക് മാത്രമേ അംഗത്വം മൊത്തം കൊടുത്തിട്ടുള്ളൂ. അതിൽ ഏകദേശം 7-8 ലക്ഷം പേര് ചത്തുപോയവരാ. ആ അംഗത്വം കൂടെ കാണിച്ചിട്ട് വെള്ളാപ്പള്ളി പറയുന്ന 27 ലക്ഷം ഉണ്ടെന്ന്. 113 വർഷം മുമ്പ് ചേർന്ന മെമ്പർഷിപ്പ് ഉൾപ്പെടെയായി പറയുന്ന ബാക്കി 18 ലക്ഷം 17 ലക്ഷം മാത്രമേ അംഗങ്ങൾ ഇപ്പോൾ SNDPയെ സംബന്ധിച്ചുള്ളൂ. ബാക്കി കിടക്കുന്ന ഈ 1.25 കോടിയിൽ ബാക്കി ജനങ്ങളെന്ന് വെച്ചാൽ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുകയോ ചേരാതെ വെള്ളാപ്പള്ളി എന്നതിൽ നിന്നും അകന്നു നിൽക്കുന്ന, മാനസികമായി അകന്നു നിൽക്കുന്നവരാണ്. ഇനി മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരാവട്ടെ അതിൽ ബഹുഭൂരിപക്ഷം പേരും ഇന്ന് അസംതൃപ്തരാണ്, പലരും മാറി നിൽക്കുന്നതാണ്. ആ ഒരു അവസ്ഥ അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഇനി വെള്ളാപ്പള്ളിക്ക് എന്താണ് വെള്ളാപ്പള്ളിയുടെ സാധ്യത? രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകുമോ? വെള്ളാപ്പള്ളി രാഷ്ട്രീയ പാർട്ടിയിൽ മുന്നോട്ട് പോകില്ല. വെള്ളാപ്പള്ളിക്ക് വളരെ വ്യക്തമായിട്ട് അച്ഛനും ഭാര്യയും മകനും മരുമക്കളും കുടുംബാംഗങ്ങളും അല്ലാതെ വേറെ ആരും കൂടെ ഇല്ലെന്നറിയാം. പിന്നെ ഈ സ്ഥാനങ്ങളിൽ, യൂണിയനുകളിലും മറ്റ് സ്ഥാനങ്ങളിലിരുന്ന് സ്ഥാനങ്ങളിലെ ആനുകൂല്യങ്ങൾ പറ്റുന്ന കുറച്ച് ഈ പാർശ്വ വ്യക്തികളും അല്ലാതെ വെള്ളാപ്പള്ളിയുടെ കൂടെ ആരുമില്ലെന്നറിയാം. രാഷ്ട്രീയ പ്രവാചകൻ ഉഴവൂർ വിജയനിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രവാചകൻ പറയൂ, ഒരു പ്രവചനം നടത്ത്.
അല്ല ഇപ്പം ബ്രിട്ടാസ് പറഞ്ഞ പോലെ ഒരു ചുഴലി അടിച്ചെന്നല്ലേ പറഞ്ഞേ? ചുഴലി അടിക്കുമെന്ന് അജിത്തിനെ പോലുള്ള ആൾക്കാർ റിപ്പോർട്ട് ചെയ്തു ഞാൻ പറഞ്ഞത്. അതായത് ഇതാ ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകരാൻ പോകുന്നു എന്ന്. ചുഴലി എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. അത് പെട്ടെന്ന് നിലത്ത് വീഴും, ആള് തന്നെ നിലത്ത് പോകും. അതെ അതെ, അങ്ങനെയാണ് അത്. പിന്നെ താക്കോലൊക്കെ വായിൽ കൊടുത്താണ് അത്. അതിപ്പോ ബിജു രമേശ് ഒന്നും കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഏതായാലും ഇതിപ്പോ തൽക്കാലത്തേക്ക് ഒരു ബഹളം ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ചില സിനിമയിലൊക്കെ കാണാൻ മേലെ കൊച്ചിൻ ഹനീഫയൊക്കെ വരുന്നത് പോലെ വന്നാദ്യം കത്തിയൊക്കെ ആയിട്ട് വരും, അത് കഴിഞ്ഞ് ആളുകൾ നേരിടുമ്പോൾ അതേപടി തിരിച്ചു പോകും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ജഗതി ചില സിനിമയിൽ കാണാൻ മേലെ എന്ന് പറഞ്ഞ പോലെയുള്ള ചില ഒരു അഭ്യാസം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് യാതൊരു സംശയമുള്ള കാര്യമല്ല. അതിനൊരു തെളിവാണിത്. അജിത്തെ, അതുപോലെ ആലപ്പുഴ UDF നന്നായിട്ട് പഠിച്ചിട്ടാ ചെയ്തത്. ഞങ്ങളുടെ ധർമ്മവേദിയിലുള്ള 23 പേരെയാണ് അവിടെ കാൻഡിഡേറ്റ്സ് ആയിട്ട് മത്സരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പലരെയും ധർമ്മവേദിക്കാരെയാണ് കൊണ്ടുവന്ന് അവിടെ വെള്ളാപ്പള്ളിക്കെതിരെ തിരിച്ചു വയ്ക്കുന്നതിന് വേണ്ടി കാൻഡിഡേറ്റ്സ് ആയിട്ട് നിർത്തിയത്. ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു, യൂണിയൻ ഭാരവാഹികളുണ്ടായിരുന്നു, യൂണിയൻ സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളാണ് വെച്ചത്. അജിത്തെ, SNDP ഫാക്ടറി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കോട്ടയം, ആലപ്പുഴ, ഇടുക്കിയുടെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഭാഗങ്ങൾ, പത്തനംതിട്ട, കൊല്ലം, ഇതാണ് SNDP. പാലക്കാട്, ഇതാണ് വെള്ളാപ്പള്ളി ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശേഷിപ്പിച്ചത്. വയനാടിൻ്റെ ചില ഭാഗങ്ങൾ കൂടിയുണ്ട്. ഇവിടെ ഒന്നും വേണ്ട രീതിയിൽ ഒരു പ്രസരണം സാധ്യമാക്കിയിട്ടില്ല. ഒന്ന് SNDP BJP നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. തുടങ്ങിയ സമയത്തുള്ള ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് തുടർന്ന് നിലനിർത്താൻ SNDPക്കോ BJPക്കോ കഴിഞ്ഞില്ല. തുടക്കത്തിൽ വലിയ വാർത്താ പ്രാധാന്യവും ജനകീയ ശ്രദ്ധയും പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധയൊക്കെ അത് പിടിച്ചു പറ്റിയിരുന്നു. എന്നാൽ ഈ രണ്ട് വ്യക്തി, നേരത്തെ പത്മകുമാർ പറഞ്ഞതുപോലെ BJPയുടെ അസ്പൃശ്യത മാറി. ആരും ഒരു ചെറിയ ഘടകകക്ഷിയുടെ പിറകെ BJPക്കാർ നടന്നിട്ടുണ്ട്. മാണി സാറിൻ്റെ പുറകെ എത്ര പ്രാവശ്യം നടന്നിരിക്കുന്നു സമ്മതിക്കേണ്ട. പക്ഷേ മാണി സാറിൻ്റെ പുറകെ നടന്നു, ബാലകൃഷ്ണപിള്ളയുടെ പുറകെ, ഏറ്റവും ചെറിയ കക്ഷികളുടെ പുറകെ പോയിട്ട് ഒരാളും BJPയുടെ കൂടെ പോയിട്ടില്ല. അതുകൊണ്ട് ഗണേഷ് പോലും പോയിട്ടില്ല. അതുകൊണ്ട് അവസാനം വന്നപ്പോൾ ഇവർക്ക് SNDP ഒരു വലിയ വിത്തിനെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അസ്പൃശ്യത മാറി കിട്ടി. SNDP BJP ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിഷ്യറിയാണ് BJP, അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷേ SNDPക്കാർ ചില സ്ഥാനാർത്ഥികളെ നിർത്തിയ സ്ഥലത്ത് ചിലപ്പോൾ തോറ്റ് കാണും. അതിൻ്റെ അർത്ഥം ആ ഫാക്ടർ വർക്ക് ചെയ്തിട്ടില്ല എന്നല്ല, വലിയ തോതിലല്ലെങ്കിൽ പോലും പണ്ടത്തെ ഒരു SRPയുടെ ഒരു സ്ട്രെങ്ത് ഇപ്പോഴും SNDPക്കുണ്ട്. SRPയുടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയുമ്പോൾ അത് വലിയ പരാജയമല്ലേ? SRPയുടെ TN സീമ, പത്മകുമാർ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചന പൂർത്തിയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. എന്താ കാരണം വെച്ചാൽ TN സീമ, നിങ്ങളുടെ പേടി മാറിയോ? ഇല്ലില്ല, ഇതിനകത്ത് പേടി CPMൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ പേടിയല്ല. ഇത് കേരള സമൂഹത്തെ കുറിച്ചിട്ടുള്ള പേടിയാണ്. ഇതിൻ്റെ മതേതര ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നുള്ള അത്തരം ആശങ്കയാണ്. അതും അല്ലാതെ ഇത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിനെ സംബന്ധിച്ചിട്ടുള്ള പേടിയൊന്നുമല്ല. ശ്രീ വെള്ളാപ്പള്ളി ഇതുമായി ബന്ധപ്പെട്ട് ഈ സഖ്യവും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് അത്ര പ്രോത്സാഹനം കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം നേരെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ആദ്യം മുതലുള്ള ഈ കല്ലുകടി അതിനകത്തുണ്ട്. പിന്നെ എപ്പോഴും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു വിലപേശലിൻ്റെ ആളാണ്. അപ്പം അത് പല സമയത്ത് അദ്ദേഹം അതുകൊണ്ടാണ് സഖ്യം ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നത്. ഇദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ SNDPയെ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലിരിക്കുന്ന ശാഖകളെ ഉപയോഗിച്ചുകൊണ്ട് സഹായിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കൺട്രോളിലല്ലാത്ത എല്ലാ ശാഖകളും പിരിച്ചുവിട്ടു. അപ്പൊ ആ SNDPക്കുള്ളിൽ തന്നെ വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു SNDP BJP സഖ്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാൻ ചില ഇതിനകത്ത് യാതൊരുവിധ പക്ഷപാതിത്വമില്ല. UDFൻ്റെ ഒരു അനാലിസിസിൽ UDFൻ്റെ പ്രമുഖ നേതാവ് പറഞ്ഞൊരു കാര്യം, ഈ പ്രാവശ്യം 2010 ആവർത്തിക്കുമെന്ന് ഞങ്ങൾ പറയാൻ നിദാനമായിട്ടുള്ള 2 കാരണങ്ങൾ UDFൻ്റെ നേതാവ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. പേര് പറയാൻ പാടില്ല വെച്ചാൽ ഞങ്ങൾ വളരെ അനൗപചാരിക ചർച്ചയിലാണ്. ഒന്ന്, LDFൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള RSP ഞങ്ങളോടൊപ്പം വന്നു. 2, SNDP BJP സഖ്യത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ CPMന് ഇടതുപക്ഷത്തിന് പേറേണ്ടി വരുന്നു. ഈ 2 ഘടകങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ടും 2010 ആവർത്തിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം നമുക്കറിയാവുന്ന പോലെ അരുവിക്കരയ്ക്ക് ശേഷം ഡീമോറലൈസ്ഡ് ആണ് ലെഫ്റ്റ്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് എങ്ങനെ പോയാലും 60+ എന്നുള്ളത് ഇന്നലെ ഉണ്ണിത്താൻ ഇവിടുന്ന് 60+ൽ കോംപ്രമൈസ് ഇല്ല, നെഗോസിയേഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ SNDP BJP സഖ്യം ഇടതുപക്ഷത്തിലേക്ക് ഇൻറോഡ്സ് ഉണ്ടാക്കുമെന്നുള്ള കണക്കൂട്ടിൽ ചില പാളിച്ചകൾ ഉണ്ടായോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയ സംഘടനകൾക്കെതിരെ അല്ലെങ്കിൽ വർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള എക്കാലത്തെയും ഒരു നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ BJP സീറ്റുകളിൽ നേട്ടമുണ്ടാക്കി, ഇത് രാഷ്ട്രീയപരമായി കുറച്ച് മുന്നേറ്റമുണ്ടാക്കി എന്നിരുന്നാലും ആത്യന്തികമായി
ഇത്തരം വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കേരളീയ സമൂഹത്തിനായിട്ടുണ്ട്. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ല, അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണല്ലോ. പക്ഷേ എന്നിരുന്ന് ഇപ്പൊ അജിത് കുമാർ ഇവിടെ പറഞ്ഞതുപോലെ അത് വർക്ക് ചെയ്തില്ല എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM മുൻപ് SNDP-യുമായി കൂട്ടുകൂടിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ പല പ്രാവശ്യം രാഷ്ട്രീയപരമായി ഒട്ടേറെ ബാന്ധവങ്ങൾ ഇവരെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വർഗീയ സംഘടനകളുമായി ആര് കൂട്ടുകൂടിയാലും അതിനെ എതിർക്കപ്പെടണം. അതിനെ എതിർക്കപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾ ആ ഒരു നിലയിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അവർക്ക് അതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നു. അവർ അതിനെതിരെ ശക്തമായി പത്മകുമാർ പറഞ്ഞിട്ട് താങ്കളിലേക്ക് വരാം. പത്മകുമാറാണല്ലോ ഇവിടെ പറയേണ്ട. ആലോചന പൂർത്തിയായോ? അല്ല, ബിനോയ്ക്ക് ഒന്ന് പറയാൻ അവസരം കൊടുത്താൽ കുറച്ചുകൂടി ആലോചിക്കാനുള്ള സമയം. എന്തറിയോ, ഈ SNDP BJP ബന്ധത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഒരു മുഖ്യ വിഷയം ബാക്കി കിടക്കുവാണ്. അത് സംവരണമാണ്. അതിൽ മോഡി എന്ത് പറഞ്ഞാലും ശരി, ഇനിയിപ്പം നമ്മുടെ മോഹൻ ഭാഗവത്തിലെ തിരുത്തിയാലും ശരി, ബേസിക് ആയിട്ടൊരു നിലപാടുണ്ട് RSSന്. അതുള്ളത് ബഞ്ച് ഓഫ് തോട്ട്സിലാണ്, വിചാരധാരയിലാണ്. അത് അതായത് BJP-യും SNDP തമ്മിലുള്ള വൈരുദ്ധ്യം നിലനിൽക്കുന്നുള്ളൂ. അല്ലല്ല, സംവരണത്തെ പറ്റി അദ്ദേഹം എഴുതിയിരിക്കുവാണ്. സാക്ഷാൽ ഗോൾവൽക്കർ കൂടുതൽ സമയമില്ല. അല്ലല്ല, ഹിന്ദു സമാജത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗങ്ങളുടെ ഇരകൊരുത്തിട്ട കെണിയാണ് സംവരണം. ഇതാണ് വാചകം. ഇത് വായിക്കാം, ഇത് വായിക്കാം. ആ നിലപാടുള്ള RSSുമായിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് BJP വെള്ളാപ്പള്ളി ഐക്യം ഉണ്ടാക്കാൻ പോകുന്നത്? വലിയ സംവരണത്തിന് പറയണം. ഞങ്ങൾ ഒരു പിന്നോക്കാരനെ പ്രധാനമന്ത്രിയാക്കിയപ്പോൾ ഏറ്റവും വലിയ ബ്രാഹ്മണനെ പാർട്ടി സെക്രട്ടറി ആക്കിയ ഇടതുപക്ഷമാണ്. അതൊന്നും കൂടുതൽ അതിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, അതിൽ കൂടുതൽ പറയാനും വേറെ ഞാൻ SNDP-ലേക്ക് വേറെ ചർച്ച ചെയ്തൊക്കെ അദ്ദേഹം താത്വികമായിട്ട് പോയോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. SNDP-യുടെ കാര്യത്തില് ഇപ്പൊ ഈ SNDP BJP ഫാക്ടർ വർക്ക് ചെയ്തോന്ന് അറിയണമെങ്കിൽ നമ്മൾ ആലപ്പുഴയിലെ കഴിഞ്ഞ 2010 BJP-യുടെ സീറ്റ് എത്ര, ഇപ്പോൾ ഉള്ളത് വേണമെങ്കിൽ അനാലിസിസ് ചെയ്തു നോക്കാം. 2, ഡീൻ പറഞ്ഞല്ലോ വർഗീയ കക്ഷികളുമായിട്ട് കൂടെ ആര് കൂടിയാലും മോശമാണെന്നാണ്. ഈ SNDP-ക്ക് കഴിഞ്ഞതിന് ഈ ബോർഡ് ചെയർമാനും ദേവസ്വം ബോർഡൊക്കെ കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? SNDP ആയിട്ട് ഒരു ധാരണ ഉണ്ടാക്കില്ലല്ലോ. SNDP ഒരു ചെറിയ പിന്നോക്കാർ സംഘടനയാണെന്നുള്ള ധാരണ കൊടുത്തൊന്നുമില്ലല്ലോ. UDF-ന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമല്ലേ? അതിന് കൊടുത്ത പാരിതോഷികമാണ് ഈ ദേവസ്വം ബോർഡ് പ്രസ്ഥാനം. മറ്റേ SNDP-ക്ക് UDF കൊടുത്ത പാരിതോഷികത്തിന്റെ അല്ലേ അവരുമായിട്ട് ധാരണ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് SNDP സഹകരിക്കുന്നതിൽ അവർക്കൊരു വിരോധമില്ല. BJP-യോട് സഹകരിക്കുന്നതാണ് നേരത്തെ പറഞ്ഞു. നമ്മുടെ അദ്ദേഹം വിനോയ് സാറ് പറഞ്ഞത് SNDP ഈഴവർ സമുദായങ്ങളെല്ലാം LDF അനുകൂലമായി ചിന്തിക്കുന്ന ആളാണ് എങ്കിൽ പിന്നെ ധർമ്മവേദി എന്തിന് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു? കോൺഗ്രസ് ആണല്ലോ പണ്ടേ. കോൺഗ്രസ് ആയിട്ടും ഈ പറഞ്ഞ ഡീന്റെ പാർട്ടി അദ്ദേഹത്തിനെ പീഡിപ്പിച്ചോണ്ടിരിക്കുക. അതല്ലേ അദ്ദേഹം പറയുന്നത്? അതല്ല പറഞ്ഞത്. ഈ പീഡിപ്പിച്ചിട്ടും ധർമ്മവേദിയുടെ ആൾക്കാർ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അതല്ലേ ശരിയല്ലേ? അത് പിന്നെ ഒരു കാര്യം, ഞാൻ ബിജു രമേശിനെ എതിർത്തല്ല പറഞ്ഞത്. അദ്ദേഹം ഈ വെള്ളാപ്പള്ളിയോടുള്ള വിരോധം കൊണ്ട് ഇതൊക്കെ പറയണമെങ്കിൽ ഞങ്ങളോട് മറുപടി പറഞ്ഞെങ്കിൽ ഒരു പ്രശ്നം ചർച്ച ചെയ്യാതെ പോയാൽ അതൊരു അനീതി ആയതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധപ്പെടുന്നത്. അതായത് ഈ രാജ്യത്ത് ഏറ്റവും ദുർബല ജനവിഭാഗം താമസിക്കുന്ന കുട്ടികൾ മരിച്ച ആദിവാസി മേഖലയായ അട്ടപ്പാടി UDF തകർന്ന് തരിപ്പണമായിരിക്കും. അട്ടപ്പാടിയിലെ മൊത്തം പഞ്ചായത്തുകളിലും ബ്ലോക്കിലുമൊക്കെ UDF തകർന്നിരിക്കുന്നു. അപ്പോൾ UDF ആദിവാസികൾ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധ കരുതൽ കൊടുക്കേണ്ട ആദിവാസി മേഖലകളിലെയും ദുർബല ജനവിഭാഗങ്ങളെയും UDF ഭരണത്തിൽ പ്രൊട്ടക്റ്റഡ് അല്ല. അവിടെ ജില്ലാ പഞ്ചായത്ത് അംഗമായി മത്സരിച്ച ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ്, അവിടെ ആദിവാസികളെ ചൂഷണം ചെയ്തതിന് റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ പേരെതിരായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ റിപ്പോർട്ട്. നമ്മോടൊപ്പം ഡൽഹി സ്റ്റുഡിയോയിൽ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി ഉണ്ട്. ശ്രീ ബേബി, താങ്കൾ വളരെ വൈകിയാണ് ഞങ്ങളോടൊപ്പം ചേരുന്നത്. ഞങ്ങൾ വളരെ മുമ്പ് താങ്കളെ പ്രതീക്ഷിച്ചതാണ്. ഞങ്ങളുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ് താങ്കൾ ചേരുന്നത്. ഈ സ്റ്റുഡിയോയിൽ ഒരുപാട് പേര് താങ്കളുടെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. താങ്കളുടെ സുഹൃത്ത് ബിനോയ് വിശ്വം ഉൾപ്പെടെ. ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കേരളത്തിലെ വിജയത്തെ കാണുന്നത്? വളരെ തന്നെ ഇടതുപക്ഷം
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി എന്ന് സ്ഥാപിക്കാൻ ചിലർ കഴിഞ്ഞ കുറേ നാളുകളായി കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ താല്പര്യമുള്ള ഒരു കാര്യമാണത്. അതാണല്ലോ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ യാതൊരു ഉളുപ്പും കൂടാതെ ശ്രീ ഉമ്മൻചാണ്ടി അരുവിക്കരയിൽ പോലും മത്സരം നടക്കുന്നത് BJP UDF തമ്മിലാണ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ സാധാരണ കാണുന്ന ഒരു നിലയിൽ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ ചൂഷകവർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രണ്ട് പാർട്ടികളാണ് BJPയും കോൺഗ്രസും. അതുകൊണ്ട് അവർ മാത്രം മതി, അവരിൽ ആര് ഭരിക്കണമെന്നുള്ളത് അവർ തമ്മിൽ താൻ മത്സരിച്ച് തീരുമാനിച്ചോളാം എന്നൊരു മനോഘടനയിലാണ് BJPയും കോൺഗ്രസും നിൽക്കുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ തകർച്ചയിലേക്ക് ഇന്ത്യയിലെമ്പാടും കാര്യങ്ങൾ നീക്കിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്, അതാണ് ഇന്ത്യയുടെ ഭാവി. അത് ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വാദിച്ചു സ്ഥാപിക്കാൻ ശ്രമിച്ചവർക്കെല്ലാമുള്ള ഒരു താക്കീതാണ് കേരളത്തിലെ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയം. ശ്രീ MAB ഡീൻ, താങ്കളുടെ നേതാവ് ഉമ്മൻചാണ്ടിയുടെ അരുവിക്കരയിലെ പ്രസ്താവനയെ അതിനെ പിടിച്ചുകൊണ്ടാണ് ശ്രീ MAB ഈ ഒരു പ്രതിവാദം നടത്തിയിരിക്കുന്നത്. അതായത് പോരാട്ടം UDFും BJPയും തമ്മിലാണെന്നുള്ള ആ പ്രഖ്യാപനത്തിൻ്റെ ഒരു മറുപടി കേരള രാഷ്ട്രീയം നൽകിയിരിക്കുന്നു അദ്ദേഹം പറയുന്നു. ഇല്ല, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർലമെന്റ് ഇലക്ഷന് ശേഷമാണ്. തിരുവനന്തപുരം പാർലമെന്റിൽ ആരൊക്കെ തമ്മിലായിരുന്നു മത്സരം നടന്നത്? അപ്പോൾ സ്വാഭാവികമായും അരുവിക്കരയിൽ രാജഗോപാൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, പാർലമെന്റിൽ 2ാം സ്ഥാനത്ത് വന്നയാൾ. അരുവിക്കരയിൽ അങ്ങനെ ഒരു പശ്ചാത്തലം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാധ്യമങ്ങളടക്കം അത്തരം ഒരു വിലയിരുത്തൽ അന്ന് നടത്തിയിരുന്നു. പക്ഷേ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ കേവലം ഒരു എന്താ പറയുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വിജയമുണ്ടായത് എന്നതിനെ സംബന്ധിച്ചാണ് ഇത്രയും സമയം നമ്മളോട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ ബഹുമാനായ ശ്രീ MAB അദ്ദേഹത്തിന് ആദ്യമായി ഒരു അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു റെസ്പോൺസ് എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രതികരിച്ചതാണ്. നമ്മൾ ഇത്രയും നേരമായി 1 മണിക്കൂർ 2 മണിക്കൂർ സമയമായി ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ ഒടുവിലായിരുന്നു അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ലായിരുന്നു. ശ്രീ MAB ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണെന്നാണ് ഡീൻ പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് ഡീനും ഡീനിൻ്റെ പാർട്ടിയും പാഠം പഠിച്ചോ എന്നുള്ള കാര്യം താങ്കൾക്ക് വേണേൽ ചോദിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ വെച്ചിരുന്നു. അതിൽ ഒരു പോയിന്റിൻ്റെ മുകളിൽ ബിനോയ് കുറച്ചു നേരം സംസാരിച്ചു. അതായത് ഒരു പോയിന്റ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ UDFിലെ ഘടകകക്ഷികൾ തമ്മിൽ ആടുന്നുണ്ടോ, ഘടകകക്ഷികളുടെ ഒരു ആട്ടമുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ആട്ടം LDFിനെ സ്വാധീനിക്കാൻ പോകുന്നത്? ഇതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലയ്ക്ക് ഒരു പക്ഷേ താങ്കൾക്ക് വേണമെങ്കിൽ ആ ഒരു ചോദ്യത്തിലേക്ക് കുറച്ചും കൂടി വെളിച്ചം വീശാവുന്നതാണ്. UDFിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഒരു മാറ്റമുണ്ടാവും എന്ന് തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. UDFിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഉണ്ടാകുന്ന മാറ്റം UDFിൽ ഏതെങ്കിലും പാർട്ടികൾ LDFിലേക്ക് വരുന്ന നിലയിലല്ല. ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ഇന്നലെ വരെ UDFിനൊപ്പം നിന്നിരുന്ന വലിയൊരു ജനാവലി UDFിനെ ഉപേക്ഷിച്ചിട്ട് LDFിലേക്ക് വരും. ആ പ്രക്രിയ ഇനി കൂടുതൽ ശക്തിപ്പെടാൻ പോവുകയാണ്. അതിന് പുറമെ LDF വിട്ട് UDFിൽ പോയ RSPയെ പോലെയും ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളിനെ പോലെയൊക്കെയുള്ള പലരുമുണ്ട്. അവർക്കിപ്പോൾ ഉണ്ടായ തിക്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരുടെ നിലപാട് അവർ പുനഃപരിശോധിക്കുകയും അത് തിരുത്താൻ സന്നദ്ധമാവുകയും ചെയ്യും എന്ന് വന്നാൽ അപ്പോൾ എന്ത് വേണമെന്നുള്ള കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യും. ഡീൻ, 2 പാർട്ടികൾ ചോദിക്കും. ഇതാ പത്മകുമാർ എന്നൊരു ചോദ്യമുണ്ട്. പത്മകുമാർ, മുസ്ലിം ലീഗും മാണിയും വന്നാൽ എടുക്കുമെന്നുള്ളതാണ്. മുസ്ലിം ലീഗിനും മാണിക്കും അവരുടെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പം അവർക്ക് നിൽക്കാൻ പറ്റിയ മുന്നണിയാണല്ലോ ശ്രീ ഉമ്മൻചാണ്ടി നയിക്കുന്ന മുന്നണി. ഒരു കാര്യം എനിക്ക് അവരവിടെ തന്നെ തുടരാനാണ് സാധ്യത. അവിടെ തന്നെ അതിന്റെ ഒപ്പം ഞാൻ പത്മകുമാർ പറഞ്ഞതിനെ ഒന്നും തിരുത്തി പറയാം. ശ്രീ MAB അജിത്താണ് മംഗളം. അതായത് മുസ്ലിം ലീഗ് വർഗീയ സെക്യുലർ പാർട്ടിയാണെന്ന് ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായി ഈ തരത്തിൽ വന്നാൽ LDFിലേക്ക് വന്നാൽ LDF സ്വീകരിക്കേണ്ടതല്ലേ?
ആദ്യമായിട്ട് പിണറായിയുടെ പുറത്ത് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അജിത്ത് കെട്ടിവെക്കരുത്. പിണറായി വിജയൻ പറഞ്ഞത് വർഗീയത ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ആപൽക്കരമായ വിധത്തിൽ വർഗീയത മുന്നോട്ട് വെക്കുന്ന പാർട്ടികൾ സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലുള്ള BJP ആണ്. അതുപോലെ തന്നെ SDPI പോലുള്ള പാർട്ടികളുണ്ട്. ഇവയെല്ലാം ഉണ്ട്. അവയെക്കുറിച്ചും അവ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ അതുപോലെ ചർച്ച ചെയ്യേണ്ട ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്നാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ മതേതര പാർട്ടിയാണോ എന്നുള്ള ചർച്ചയല്ല ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം. മുസ്ലിം ലീഗ് എന്താണെന്ന് മുസ്ലിം ലീഗിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ. പണ്ഡിറ്റ് നെഹ്റു ചത്ത കുതിരയെന്നല്ലേ മുസ്ലിം ലീഗിനെ വിളിച്ചത്. ഇപ്പോൾ ആ കുതിരയുടെ പുറത്താണല്ലോ കോൺഗ്രസ് ഇരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് കോട്ടയത്ത് ശ്രീ KM മാണിയുടെയും മലപ്പുറത്ത് ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെയും തണലിലാണല്ലോ കോൺഗ്രസ് നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ ചുറ്റിപ്പറ്റിയോ KM മാണിയെ ചുറ്റിപ്പറ്റിയോ ഉള്ള ചർച്ചകളൊന്നും അവരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധത്തെ ആസ്പദമാക്കി ഇപ്പൊ നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. LDF വിട്ട് UDF പോയ ചില പാർട്ടികളുണ്ട്. അവരതിന്റെ അനുഭവം വളരെ സ്പഷ്ടമായിട്ട് CMAV പറയുന്നുണ്ട്. പക്ഷെ പത്മകുമാറിന് BJPയുടെ മുതിർന്ന നേതാവാണ്. തിരുവനന്തപുരത്ത് BJP വളരെ ശ്രദ്ധേയമായിട്ടുള്ള വിജയം കൊയ്യുമെന്ന് പ്രവചിച്ച ശേഷം അതിന്റെ എവിടെ കൊല്ലം തുളസി പത്മകുമാർ, താങ്കളോടൊരു ചോദ്യം. എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് നമ്മുടെ സെഷൻ അവസാനിക്കുന്ന ഘട്ടമാണ്. എങ്കിൽ പത്മകുമാർ ഡീനും ചോദിക്കാനുണ്ട്. ഈ ചത്ത കുതിരയെ പന്തയക്കുതിരയും പടക്കുതിരയാക്കിയതില് CPM ഉത്തരവാദിത്വമില്ലേ? 2, വെൽഫെയർ പാർട്ടി നിങ്ങളുടെ കണക്കില് മതേതരത്വ പാർട്ടിയാണോ? ഇത് രണ്ടും ഒന്ന് ഡീന്റെ ചോദ്യം കൂടി വരുന്നുണ്ട്. രണ്ട് ചോദ്യങ്ങളുണ്ട്. പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം AK ബാലൻ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അപ്പൊ ഇവർക്ക് ഇങ്ങനെ പലർക്കും ഇത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ AK ബാലൻ ഇതെന്താണ് അങ്ങനെ പറയണ്ടല്ലോ. AK ബാലനെ പോലെയുള്ള ആളുകൾ, പിണറായി വിജയൻ മാത്രമല്ല എന്നതിനെ കുറിച്ചാണ്. പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രധാനം. അപ്പൊ ഇവർക്ക് സാഹചര്യത്തിനനുസരിച്ച് പല നിലപാടുകളുമുണ്ട്. അപ്പൊ അന്നേരം ആ സമയത്തൊക്കെ മുസ്ലിം ലീഗിനെ കുറിച്ചോ കേരള കോൺഗ്രസിനെ കുറിച്ചോ ഈ രീതിയിലായിരിക്കില്ല പറയുക. അപ്പൊ അതൊന്നും കണക്കിലെടുക്കേണ്ടതില്ല. ഒരു കാര്യം അങ്ങനെ അല്ല, ഒരു പേടിയുമില്ല. ഒരുപാട് കോൺഗ്രസും ലീഗും UDF നിന്ന് പോകാൻ ഉദ്ദേശിച്ചില്ല. അവർ ഐക്യജനാധിപത്യ മുന്നണിയുടെ അഭിവാജ്യ ഘടകമാണ്. പക്ഷെ പലപ്പോഴും അവരെ ഉൾപ്പെടെ എന്താ പറയാ രാഷ്ട്രീയപരമായി പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു UDF-നോടൊപ്പം നിന്ന ആളുകൾ മുഴുവൻ LDF-ലേക്ക് മാറി. അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കാസർഗോഡ് പോലും LDF-നുണ്ടായിട്ടുള്ള ക്ഷീണം എന്തിന്റെ പേരിലാണ് ഉണ്ടായിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അല്ലല്ല, കാസർഗോഡ് ജില്ലയിൽ LDF-നുണ്ടായ പരാജയം, കണ്ണൂരിൽ പാർട്ടി ഗ്രാമത്തിൽ പോലും UDF-നുണ്ടായ മുന്നേറ്റം, ജില്ലാ പഞ്ചായത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തിലെമ്പാടും UDF-ൽ നിന്നും LDF-ലേക്ക് ഒരു ഒഴുക്കാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ LDF-ൽ നിന്നും UDF-ലേക്ക് മലബാർ വടക്കൻ മലബാറിൽ വരെ CPIM-ന്റെ പാർട്ടി കോട്ടകളിൽ വരെ ഉണ്ടായിട്ടുള്ള മാറ്റം, അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഡീൻ വലിയ ചോദ്യങ്ങളാണ് ചോദിച്ചെങ്കിൽ അവസാനം ഒഴുക്കിലേക്ക് വരാം. അങ്ങനെ ഒഴുക്ക് നിങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, അതല്ലേ ഉദ്ദേശിച്ചത്? നിങ്ങൾ അവകാശപ്പെട്ട ഒഴുക്കില്ല അല്ല. അപ്പൊ എന്തായാലും ഉന്നയിച്ച ചോദ്യങ്ങൾ ഏതെങ്കിലും ഞാൻ ചുരുക്കി പറയാം. ഏതെങ്കിലും ചോദ്യം വിട്ടുപോയാൽ എൻ്റെ സുഹൃത്ത് ജോൺ ബ്രിട്ടാസ് അതിനെ ഓർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് ഒഴുക്കിനെ കുറിച്ചാണ്. ഇപ്പൊ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റതായിട്ട് അംഗീകരിക്കുന്നില്ല. അതിന് അദ്ദേഹം തെളിവ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. KM മാണി അഴിമതി നടത്തിയതിന് തെളിവ് ചോദിക്കുന്നത് പോലെ. അതുപോലെ കേരള ഹൈക്കോടതി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറ്റവാളികളുടെയും തട്ടിപ്പുകാരുടെയും അഭയകേന്ദ്രമാണ്. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞതിന് എവിടെയാണ് തെളിവ് എന്ന് ചോദിക്കുന്ന ഒരു മനോഘടനയിലാണ് ശ്രീ ഉമ്മൻചാണ്ടി ഉള്ളത്. വടക്കൻ കേരളത്തിൽ എവിടെങ്കിലും, ഇപ്പൊ കണ്ണൂരിൽ എവിടെങ്കിലും ഒരിടത്ത് പിന്നെ UDF ജയിച്ചു എന്നൊക്കെ വന്നാൽ അവിടെ എല്ലാം പാർട്ടി ഗ്രാമങ്ങളിൽ ആരെയും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടിയും LDF-ഉം എന്ന് ശ്രീ ഡീൻ കുര്യാക്കോസിനെ പോലുള്ളവർ നടത്തുന്ന അപവാദ പ്രചരണത്തിലുള്ള മറുപടിയാണ് അവിടെയൊക്കെ ചില സീറ്റുകൾ UDF ജയിച്ചു എന്ന് ശ്രീ ഡീൻ കുര്യാക്കോസ് വാദിക്കുന്നുണ്ടെങ്കിൽ അത്. പിന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് ചോദിച്ചു എന്നാണ് ഞാൻ ഓർക്കുന്നത്. 67-ൽ അവരുമായിട്ട് കൂട്ടുകൂടിയില്ലേ, 65-ൽ കൂടിയില്ലേ എന്ന്. 65-ൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രൂപമെടുത്ത് കഴിഞ്ഞപ്പോൾ
ഞങ്ങളെ രാജ്യദ്രോഹികളെന്ന് പറഞ്ഞുകൊണ്ട്, വിദേശ ചാരന്മാരെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ജയിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ അന്നത്തെ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തെ മുറിച്ചു കടക്കാൻ വേണ്ടി അന്ന് ചില നീക്കുപോക്കുകളും കൂട്ടുകെട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിന് നേട്ടവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ചില ദോഷങ്ങളുമുണ്ട് എന്ന് ഞങ്ങൾ പിന്നീട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ മറുപടി പറയേണ്ട ചോദ്യമുണ്ടോ? വെൽഫെയർ പാർട്ടിയെ കുറിച്ച് ചോദിച്ചു. വെൽഫെയർ പാർട്ടിയൊക്കെ അങ്ങനെ ഒരു പാർട്ടി വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുമ്പോഴാണ് അറിയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂട്ടുകെട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഈ ചർച്ച അവസാന ഘട്ടത്തിലാണ് ശ്രീ ബേബി വന്നുകൊണ്ട് ഒരു 5-10 മിനിറ്റ് കൂടി ഒന്ന് ദീർഘിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്ന കാരണത്തിൽ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ലീഗിന്റെ ഒരു രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച്, ഒരു പക്ഷേ ഇത് ശ്രീ ബേബിയുടെ അഭിപ്രായവുമായി ബന്ധപ്പെടുത്തിയല്ല, മലപ്പുറം ഫാക്ടർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മലപ്പുറത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. മലപ്പുറത്ത് പൊന്നാനി തിരൂർ നഗരസഭ ലീഗിന് നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്ടിമറികളിൽ ഒന്നാണത്. 2 കൊണ്ടോട്ടി ജനകീയ ഐക്യമുന്നണി വിജയിച്ചു. പരപ്പനങ്ങാടിയിൽ ലീഗിന് ആധിപത്യം നഷ്ടപ്പെട്ടു. മലപ്പുറം നഗരസഭയിലും തിരിച്ചടി. മുന്നണി ബന്ധം പറഞ്ഞ് മത്സരിച്ച പഞ്ചായത്തുകളിലടക്കം ലീഗിന് പലതും നഷ്ടമായി. ഒരുപക്ഷെ 40% വാർഡുകളിൽ 40% സീറ്റുകളിൽ ഔദ്യോഗികമായിട്ടുള്ള മത്സരവും അനൗദ്യോഗികമായ മത്സരവും മലപ്പുറത്ത് അരങ്ങേറി. ഡീൻ, ഒരുപക്ഷെ ഇത് UDFന് താങ്ങാൻ പറ്റാത്ത ഒരു സൗഹൃദമായിരുന്നോ മലപ്പുറത്തെ സൗഹൃദ മത്സരം? ഒരിക്കലുമല്ല. കാരണം ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കണക്കിലേക്ക് UDF പരാജയപ്പെട്ട വാർഡുകൾ, UDF പരാജയപ്പെട്ട പഞ്ചായത്തുകൾ, UDF പരാജയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത്, ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടുമ്പോൾ മലപ്പുറം പോലെ ഒരു ജില്ല ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ടതായിരുന്ന ജില്ലയിലാണ് ഈ പരാജയം സംഭവിച്ചിരിക്കുന്നത്. വേണ്ടത്ര ഹോംവർക്ക് ഇല്ലാതെ, തയ്യാറെടുപ്പിനുണ്ടായ പ്രശ്നം. അപ്പോൾ ഇതാണ് മുന്നണി തർക്കങ്ങളിലേക്ക് നയിച്ചത്. ഏറ്റവും അവസാനം നോമിനേഷൻ പിൻവലിക്കുന്ന ഘട്ടത്തിൽ വരെ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളാണ് സൗഹൃദ മത്സരങ്ങളായി രൂപപ്പെട്ടു വന്നത്. അന്ന് ആ സമയത്ത് അത് ഒഴിവാക്കാനാവാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ സംഭവിച്ചു പോയതാണ്. പക്ഷേ അതിനെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ഈ റിസൾട്ട് വന്നതിന് ശേഷവും കോൺഗ്രസും മുസ്ലിം ലീഗും നേതാക്കന്മാർ വളരെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് UDFിലെ അനൈക്യമാണ്. ഞാനിതിൽ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, UDFിലെ വേണമെങ്കിൽ മുസ്ലിം ലീഗിന് ശ്രീ ബേബി കേൾക്കുക, വേണമെങ്കിൽ മുസ്ലിം ലീഗിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് മലപ്പുറത്ത് മത്സരിക്കാനുള്ള തൻ്റെ ഇടം ഈ തെരഞ്ഞെടുപ്പിൽ ആർജിച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ലീഗിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം. അല്ലേ? അത് അങ്ങനെയുള്ള കണക്ക് കൂട്ടലുകൾ ശ്രീ ബേബി കേട്ടോ, താങ്കൾ ഞാൻ പറഞ്ഞത് കേട്ടോ. ലീഗിന് വേണമെങ്കിൽ UDFിൽ നിന്ന് വിട്ടുവേണം മത്സരിക്കാനുള്ള ഒരു ശേഷി ഉണ്ട് എന്ന് ലീഗ് തെളിയിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് മുസ്ലിം ലീഗ്. ശ്രീ ബേബി കേട്ടോ താങ്കൾ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടത്, ഇന്ന് സംഘപരിവാറിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന BJP കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഉയർത്തുന്ന വെല്ലുവിളി കോൺഗ്രസിനെ അഭിമുഖീകരിക്കാൻ കഴിയണമെങ്കിൽ ലീഗുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് എല്ലാതരം വർഗീയതയ്ക്കുമെതിരായി പൊരുതുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസും ആ കോൺഗ്രസിന്റെ മുന്നണിയും മാറണം. അത്തരമൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ ലീഗ് ഇല്ലാത്ത കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF BJPക്കെതിരായി അഖിലേന്ത്യാ തലത്തിൽ തന്നെ കൂടുതൽ വ്യക്തതയോടുകൂടി ഏതുതരം വർഗീയതയുമായും സന്ധിയില്ലാതെ പൊരുതുന്ന ഒരു കൂട്ടുകെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത് എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി കോൺഗ്രസിന് പൊരുതാൻ കഴിയും. കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിന് മെച്ചപ്പെട്ട സംഭാവന നൽകാൻ കഴിയും ലീഗുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ. ഇതാണ് എനിക്ക് കോൺഗ്രസിനോട് പറയാൻ. ശ്രീ ബേബി, വളരെ നന്ദി. ഈ വൈകിയ വേളയെങ്കിലും താങ്കൾ വൈകിയാണെങ്കിലും ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇനി നാളെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ അവലോകനത്തിൽ താങ്കളുടെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വൈകാതെ പ്രതീക്ഷിക്കുന്നു. ഡീൻ, ലീഗുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതാണ് ഉചിതമെന്ന് ശ്രീ ബേബി താങ്കളെ ഉപദേശിച്ചിരിക്കുന്നു. എനിക്ക് പിണറായി വിജയനേക്കാൾ വലിയ ഒരു വാക്കുകളായി ബേബിയുടെ വാക്കുകളെ കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.